എല്ലാവർക്കും ഐറാസ് പാരഡൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അയോണ അർജുൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏനൽ ഫിഷറിനെ കുറിച്ചാണ്. അതായത് മലദ്വാരത്തിന്റെ ആ ഭാഗത്ത് വരുന്ന വിള്ളലിനെ കുറിച്ചാണ്. ഇന്ന് ഈ സമൂഹത്തുള്ള ഭൂരിഭാഗം ആളുകളും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ മലദ്വാരത്തിന്റെ ആ ഭാഗത്തുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം അവിടെ വന്നാൽ അതോടനെ പൈൽസ് ആണ്. അവർക്ക് ഫിഷർ എന്താ അല്ലെങ്കിൽ ഫിസ്റ്റുല എന്താ അല്ലെങ്കിൽ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് പലർക്കും ഇന്ന് അറിഞ്ഞുകൂടാ. സാധാരണഗതിയിൽ ഫിഷർ എന്ന് പറയുന്നത് വിള്ളലാണ്. നമ്മുടെ മലദ്വാരത്തിന്റെ സൈഡിലുള്ള വിള്ളലിനെയാണ് ഫിഷർ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇത് മലദ്വാരത്തിന്റെ അടിഭാഗത്താണ് ഈ വിള്ളൽ ധാരാളമായി കണ്ടുവരുന്നത്. ഇതിന് അസഹനീയമായ വേദനയായിരിക്കും. വേദന കൊണ്ട് അവർ എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള വേദനയായിരിക്കും അവർക്കുണ്ടാവുക. എന്നാൽ പൈൽസ്, ഫിസ്റ്റുല എന്നീ അസുഖങ്ങൾക്ക് അത്രമേൽ വേദന ഉണ്ടാവാറില്ല. ഇനി നമുക്ക് ഈ ഏനൽ ഫിഷർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. നമ്മൾ അധികമായി സ്ട്രെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ട് നമ്മുടെ വയറ്റിൽ നിന്ന് നന്നായി പോകാതെ വരുന്ന അവസ്ഥയിലൊക്കെയാണ്, നമ്മുടെ വയറ്റിൽ നിന്ന് പോകാത്ത അവസ്ഥയ്ക്കാണ് ഈ ഏനൽ ഫിഷർ സാധാരണയായി കണ്ടുവരുന്നത്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ആ ഭാഗത്ത്, മലദ്വാരത്തിന്റെ ആ ഭാഗത്ത് രണ്ട് മസിൽസ് ഉണ്ട്. ഇന്റേണൽ ഏനൽ സ്പ്ലിഞ്ചർ, എക്സ്റ്റേണൽ ഏനൽ സ്പ്ലിഞ്ചർ. ഇവ രണ്ടും തമ്മിൽ വരുമ്പോൾ ടൈറ്റ് ആവും. അവിടെ കോൺസ്റ്റിപ്പേഷൻ ആയി വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മലദ്വാരത്തിന്റെ ആ ഭാഗത്ത് മസിൽസ് ഭയങ്കര ടൈറ്റ് ആയിട്ട് വരുമ്പോഴാണ് അവിടെ വിള്ളൽ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. ബ്ലീഡിംഗ് നന്നായിട്ട് വരുന്ന ഒരു അസുഖമാണ് ഈ ഏനൽ ഫിഷർ. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നല്ല വെള്ളം വരുന്ന ഒരു പൈപ്പ് സ്ലോ ആയിട്ട് തുറക്കുമ്പോൾ എങ്ങനെയാണോ അതിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുക, അതുപോലെയാണ് ബ്ലീഡിംഗ് ആദ്യം ഘട്ടങ്ങളിൽ വരിക. പിന്നീട് അങ്ങോട്ട് നന്നായിട്ട് ബ്ലീഡിംഗ് വരും. ഇത് ഒരുപക്ഷെ മോഷന് മുൻപാവാം, ഒരുപക്ഷെ മോഷന് ശേഷവും ഇത്തരത്തിലുള്ള ബ്ലീഡിംഗ് വരാറുണ്ട്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു നല്ല വേദനയായിരിക്കും. സാധാരണ വേദനയല്ല. നമ്മൾ ബ്ലേഡ് ഒക്കെ എടുത്ത് നമ്മുടെ ശരീരം ഒന്ന് വിള്ളലിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് മുറിക്കുകയോ ചെയ്യുമ്പോൾ ഉള്ള ഒരു വിള്ളലും അതുപോലെ തന്നെ ഒരു പുകച്ചിലും കൂടിയ വേദനയാണ്. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ ഇത് പൈൽസ് ആണെന്നാണ്. പൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിന്റെ ആ ഭാഗത്തുള്ള രക്തക്കുഴലുകൾക്കുള്ള വീക്കം, നമ്മുടെ വെരിക്കോസ് വെയിൻ പോലെ. സാധാരണഗതിയിൽ പ്രഗ്നൻസിക്ക് ശേഷമാണ് പെണ്ണുങ്ങൾക്ക് ഈ അസുഖം വരാറുള്ളത്. അതുപോലെ വയറ്റിൽ നിന്ന് അധികമായിട്ട് പോകുന്ന IBS പോലത്തുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ ഏനൽ ഫിഷർ വരുന്നത് സാധാരണമാണ്. വീങ്ങലോട് കൂടിയുള്ള രക്തക്കുഴലുകൾ കാരണമാണ് പൈൽസ് ഉണ്ടാവുക. അത് അത്ര വേദനാജനകമല്ല, എങ്കിലും വേദനയുണ്ട്. ചെറിയ ചെറിയ ബ്ലീഡിങ്ങും ചില സമയത്തൊക്കെ വരാറുണ്ട്. പൈൽസ് എക്സ്റ്റേണലും ആവാം, ഇന്റേണലും ആവാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നോക്കിയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി ഈ മലദ്വാരത്തിലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരാണ്ടിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും അത്യാവശ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ധാരാളമായി വെള്ളം കുടിക്കുക എന്നതാണ്. ഒരു ദിവസം ഒരു 3 ലിറ്റർ വെള്ളമേലും നമ്മൾ കുടിച്ചിരിക്കണം. അതുപോലെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ധാരാളമായി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ പച്ചക്കറികൾ, നിങ്ങൾ ധാരാളമായി പച്ചക്കറികൾ കഴിക്കുക. അതായത് ഇലക്കറികൾ ധാരാളമായി നിങ്ങളുടെ ഫുഡിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ നാരുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ വരണം. അതായത് ഓട്സും റാഗിയും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. ഡിപ്രഷൻ പോലത്തുള്ള വിഷയങ്ങളൊക്കെ മാറാൻ സഹായിക്കും. ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും നാച്ചുറൽ ഏർജസ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊന്ന് വാഷ്റൂമിൽ പോകണം തോന്നിയാൽ നമ്മൾ പലപ്പോഴും അത് പിടിച്ചു നിർത്തുന്നു. നമ്മൾ കുട്ടികളെ പോലും അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. അവർക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നുകയാണെങ്കിൽ ടീച്ചേഴ്സിനോട് പെർമിഷൻ ചോദിച്ചിട്ട് വാഷ്റൂമിൽ പോകാനൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. സമയത്തുള്ള ഫുഡ് കഴിക്കൽ ഏറ്റവും അത്യാവശ്യമാണ്. നിങ്ങൾ രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്കത്തെ ഫുഡ് വൈകിട്ട്, അങ്ങനത്തെ ഒരു ആഹാരക്രമം തന്നെ നിങ്ങൾ മാറ്റണം. അതുപോലെ പ്രോപ്പറായ സമയത്ത് ഉറങ്ങാനും അതുപോലെ പ്രോപ്പറായ സമയത്ത് എണീക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് ധാരാളം അതുപോലെ ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ എടുക്കാൻ നോക്കുക. ആയുർവേദത്തിൽ ഏറ്റവും നല്ലൊരു ഈസി മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് സിറ്റ്സ് ബാത്ത് ചെയ്യുന്നതാണ്. സിറ്റ്സ് ബാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ കുറച്ചു നേരം ഇരിക്കുക, അല്ലെ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഇരിക്കുന്നതിനെയാണ് നമ്മൾ സിറ്റ്സ് ബാത്ത് എന്ന് പറയുക. സാധാരണഗതിയിൽ മോഡേൺ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് അതിൽ ഉപ്പിടുക എന്നാണ്. എന്നാൽ ആയുർവേദ ഡോക്ടറായി ഞാൻ പറയുന്നു, നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായ കാര്യം ത്രിഫല ചൂർണം എന്ന് പറഞ്ഞ ചൂർണം ഇപ്പോൾ എല്ലാ ആയുർവേദ ഷോപ്സിലും കിട്ടും. നിങ്ങൾ ത്രിഫല ചൂർണം വാങ്ങിച്ചതിന് ശേഷം അത് 1-2 സ്പൂൺ എടുത്ത് നമ്മൾ കഷായം ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് വറ്റിച്ചെടുക്കുക. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിലേക്ക് ഈ കഷായ രൂപം നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് അതിലൊരു 10-20 മിനിറ്റ് ഇരിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ നിങ്ങളുടെയൊക്കെ കോൺസ്റ്റിപ്പേഷൻ പോലത്തെ വിഷയങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടി അനുലോമ DS പോലെയുള്ള മരുന്നുകൾ കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ നിന്ന് സ്മൂത്ത് ആയിട്ട് എല്ലാ ദിവസവും പോകാൻ സഹായിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാണ്ടിരിക്കുന്നു. ഇനി എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ഇത് ആദ്യം തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണോ ഡോക്ടറെ, ഓപ്പറേഷൻ ചെയ്ത വിഷയമാണോ എന്നൊക്കെയാണ്.
ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ആയുർവേദത്തിൽ ഓപ്പറേഷൻ ഞങ്ങൾ സജസ്റ്റേ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ധാരാളം മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾ ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീസൺസ് ഒക്കെ കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് വിടുക. നിങ്ങൾ മടി കാരണമോ നാണക്കേട് കാരണമോ അത് ഹോസ്പിറ്റലിൽ പോകാതെയോ, അല്ലെങ്കിൽ ഏനൽ ഫിഷർ, അയ്യോ ഇതൊക്കെ പൈൽസ് ആണ്, നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖം ഭയങ്കര ഗുരുതരാവസ്ഥയാകും. ഏനൽ ഫിഷർ മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവിടെ നിങ്ങൾക്ക് ക്യാൻസർ വരെ വരാനുള്ള ചാൻസസ് ഏറെയാണ്. ബാത്റൂമിലൊക്കെ പോയതിനു ശേഷം മലദ്വാരത്തിന്റെ ഭാഗം നന്നായി വൃത്തിയായി കഴുകിയതിനു ശേഷം നന്നായി തുടച്ച്, നല്ല നനവൊന്നുമില്ലാത്ത നല്ല തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക. ഒരുപാട് തുടയ്ക്കാനും പാടില്ല. ഒരുപാട് തുടച്ചാലും അവിടെ വിള്ളൽ പോലത്തെ വിഷയങ്ങൾ ഉണ്ടാവും. കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും.